ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അത് കയറി പെട്ടെന്ന് വൈറലായി. വിചാരിച്ചതല്ല അങ്ങനെ ആവുമെന്ന്. ശരിക്കും പറഞ്ഞ ഒരു ഇൻഫർമേഷൻ കിട്ടട്ടെ എന്ന് കരുതി ചെയ്തൊരു വീഡിയോ ആയിരുന്നു അത്. കാരണം നമ്മളെ ആംബുലൻസ് പോകുമ്പം കുറേ പേര് വണ്ടിക്ക് വട്ടം വയ്ക്കുകയും ചിലപ്പം അവർക്കത് കൊണ്ട് പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് പോവുകയൊക്കെ ചെയ്യും. നമ്മുടെ IC വണ്ടി ആയതുകൊണ്ട് പലതരത്തിലുള്ള പ്രൊസീജിയർ ചിലപ്പോൾ വണ്ടിക്ക് നടക്കുന്നുണ്ടായിരിക്കും. ആ ഒരു എമർജൻസി സിറ്റുവേഷനിൽ പല കാര്യങ്ങൾ, അതായത് ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ് ആ വണ്ടിയിൽ ഹാൻഡിൽ ചെയ്യുന്നത് ICൻ്റെ അകത്ത്. അപ്പം പേഷ്യൻറ്റ് പെട്ടെന്ന് എമർജൻസി ആകുമ്പോൾ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, മെഡിസിൻ കൊടുക്കണം, ചിലപ്പോൾ വെന്റിലേറ്ററിലോട്ട് മാറ്റേണ്ടി വരും, മോണിറ്റർ കണക്ട് ചെയ്യണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തറിയാൻ വേണ്ടിയാണ് ആ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തത്. നേരത്തെ പറഞ്ഞാൽ ഷോ കാണിക്കുന്നതല്ല, വേറെ നമുക്ക് ഈ വീഡിയോ എടുത്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിക്കകത്ത് ഇപ്പം ഒന്നും നോക്കണ്ട, ആംബുലൻസ് ആരം വെച്ച് പറഞ്ഞ റോഡിൽ പോകുമ്പോഴത്തേക്ക് കാണുന്ന എല്ലാവരും വിചാരിക്കുന്നത് പറഞ്ഞാൽ ഇതെന്തിനാണ് ഇങ്ങനെ പോകുന്നതെന്നൊക്കെയാണ്. പിന്നെ വേറൊരു കാര്യം, IC ആംബുലൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെ പ്രോസസ്സിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതൊന്നും ആർക്കും അറിയില്ല. അപ്പം ചിലവർക്ക് അറിയാം, പക്ഷെ അറിയാത്ത ഏറെക്കുറെ ആൾക്കാരും കാണും. അപ്പം അവർക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ വീഡിയോ ഇടുന്നത്, നിങ്ങൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയല്ലേ എന്നൊക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇടുമ്പോൾ പേഷ്യൻ്റെ പ്രൈവസി നോക്കിയിട്ടാണ് എടുക്കുന്നത്. കാരണം നമ്മൾ പേഷ്യൻ്റെ പേര് പറയുന്നില്ല, അവരെ ഫേസ് കാണിക്കുന്നില്ല, എല്ലാം മറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതെ. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരാം, കാരണം ഒറ്റയ്ക്കാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഈ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് ഉണ്ടാകും. ഈ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ മെഡിസിൻ ലോഡ് ചെയ്യണം, ഇൻഫ്യൂഷൻ പമ്പ് സ്റ്റാർട്ട് ചെയ്യണം, പിന്നെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണം, വെന്റിലേറ്ററിലോട്ട് ആക്കണം. ആ ടൈമിൽ ചിലപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കിട്ടും, സ്വാഭാവികം. അത് മാത്രമല്ല റണ്ണിങ്ങിൽ സെക്യൂരിറ്റിക്കാണ് എല്ലാം ചെയ്യുന്നത്. കാരണം പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഹോസ്പിറ്റലിനകത്താണെങ്കിൽ നമ്മൾ നിലത്ത് ഫ്രീ ആയിട്ട് നിൽക്കുന്നതാണ്. പക്ഷേ ആ സമയം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ആംബുലൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിലുള്ള റോഡിലെ തിരക്കും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളത് കൊണ്ട് ഇത്രയും ഒരു ബ്രാക്ക് ഇട്ടാൽ പോലും പുള്ളി ഒറ്റയ്ക്കാണ് നിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതെ. അത് ആ ടൈമിൽ CPR കൊടുക്കുമ്പോഴത്തേക്ക് അതൊന്ന് വീഴുന്നതൊക്കെ ഉണ്ട്. കാരണം സ്വാഭാവികമാണ്, ഇതിനു മുമ്പ് 3-4 വട്ടം വീണ്ടുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഈ 10-30-35 മിനിറ്റ് നമ്മൾ ഒറ്റയ്ക്ക് CPR കൊടുക്കുമ്പോൾ നമ്മൾ തളർന്നു പോകും. പിന്നെ എന്തിനാ ഈ ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഇത്രയും സമയം വെള്ളം കുടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒന്ന് ബോഡി തളർന്നു പോകും. അത് മാത്രമല്ല നമ്മൾ പോകുന്ന റൂട്ടിലെന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്കുള്ള ഏരിയ ആണ്. അതെ. ഒരുപാട് വണ്ടിയും തിരക്കുള്ള സ്ഥലമാണ്. അപ്പം അതിനിടയിൽ കൂടെ ആംബുലൻസ് കൊണ്ട് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. കാരണം നമുക്ക് പുറത്തുള്ള ആൾക്കാരെയും ജീവൻ നോക്കണം. അതെ. അകത്തുള്ള ആൾക്കാരെയും നോക്കണം, പുറത്തുള്ള ആരും നമുക്ക് ആരും തട്ടി പോകാൻ പറ്റുന്ന നമ്മുടെ ആംബുലൻസിന്റെ പുറകെ വരുന്നവർ, ഫ്രണ്ടിൽ നിന്ന് പോകുന്നവർ, എതിരെ വരുന്നവർ, അവരെല്ലാം നമുക്ക് സേഫ് ആക്കി പോകാൻ പറ്റുന്നത്. നമുക്ക് ആരെയും ഇടിച്ചിട്ട് പോകാൻ പറ്റില്ല, കാരണം അതൊരു ജീവനാണ്. പിന്നെ പേഷ്യൻ്റ് എത്തിക്കുക, അതുപോലെ തന്നെ അതുവരെയുള്ള കെട്ടിക്കൽ നമ്മൾ ഈ വണ്ടിക്കകത്ത് തന്നെ ഉള്ള സംവിധാനം കൊണ്ട് പേഷ്യൻ്റ് നമുക്ക് ഓക്കെ ആക്കി എടുക്കുക. അതെ. നമ്മുടെ ലക്ഷ്യം. ഹോസ്പിറ്റലിൽ 3-4 പേര് ചിലപ്പോൾ കാണും. അപ്പോൾ അതിൽ ഒരാൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അടുത്ത ആൾ ക്ലിയർ ചെയ്യും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരാൾ നിന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ഫാസ്റ്റ് ചെയ്യുക, അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മിസ്റ്റേക്ക് നല്ല പറയുന്നത്, മിസ്റ്റേക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെ. അതുമാത്രമല്ല നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർക്ക് മിക്കവാറും ഇതിനെക്കുറിച്ച് അറിയില്ലായിരിക്കും. അപ്പം അവരുടെ പക്ഷേ ഒരു അത് പറയുക സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് വരും, പോസിറ്റീവ് വരും. നമ്മൾ ആരെയും കണ്ടാൽ മതി. 90% പേര് നമുക്ക് പോസിറ്റീവായിട്ടാണ് നമുക്ക് റിപ്ലൈ വന്നിരിക്കുന്നത്, കമൻറ്റ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് അവരുടെ എല്ലാവർക്കും സ്നേഹം മാത്രമേ ഉള്ളൂ. ആത്മാർത്ഥമായിട്ട് ഞങ്ങളുടെ വണ്ടി മാത്രമല്ല, ഏത് വണ്ടി വന്നാലും ഇവരുടെ പ്രൊസീജിയർ നടന്നുകൊണ്ടായിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നത്. ശക്തനും തിരുകരത്തിലുണ്ട് നിശ